നമ്മള് ട്രക്കിങ്ങിനൊക്കെ പോയിട്ടാ നിങ്ങളോട്ട് ഇറങ്ങിയിരുന്നു. പോയിട്ട് വാ. അതെ, അവിടെ 4 മണി എന്തായി. എടാ ഞാൻ കിടന്നു മാത്രമേ ഉള്ളൂ, നിങ്ങൾ എണീപ്പിച്ച പിന്നെ ഞാൻ ഉറങ്ങിയില്ല. ഗുഡ് മോർണിംഗ്. ദിസ് ഈസ് ഡൈനിങ് ഏരിയ. റൂം ഡൈനിങ് നോക്ക്. ഇങ്ങോട്ട് കാണിച്ചാ ഫസ്റ്റ് വ്യൂ. ഇവിടെ നമ്മൾ താഴത്തേക്ക് ആദ്യമായിട്ട് കാണുന്ന സീൻ. ഇവിടെ ഇരുന്ന് ഇങ്ങനെ കാഴ്ചകൾ കാണാം. താഴത്തേക്ക് ഇറങ്ങാം. ബ്രേക്ക്ഫാസ്റ്റ് ആവാനായി. ഇതാണ് ബർഷിനി വില്ലേജ്. നോക്ക്, അവിടെ കുറെ സെറ്റിൽമെന്റ്സ് ഉണ്ട് കേട്ടോ. ഏത് അതാണ് പുൽക? ഏതാ പുൽക? ഈ വീടുകളാണ്. ബ്രേക്ക്ഫാസ്റ്റ് കടലി. ഏതാ അനുചേട്ടൻ എങ്ങനെയുണ്ട്? നല്ല ഇത് കാണുന്നുണ്ട്, കാണിച്ചു കൊടുത്തു. അല്ല, നല്ല ബ്രേക്ക്ഫാസ്റ്റ്, നല്ല ഉപ്പുമാവും. എനിക്ക് നാട്ടിലെ മറ്റേ പുട്ടും കടലയും കഴിച്ച ഒരു ഫീൽ ആയിട്ട്. വീട്ടിൽ നീ സാധനം ഉണ്ടാക്കി തന്നെ ഞാൻ കഴിക്കില്ല. ഉപ്പുമാവ് തന്നെ സാധനം ഞാൻ തൊട്ടില്ല. നമ്മളിനി ആ മൗണ്ടൻസിലേക്കാണ് കയറാൻ പോകുന്നത്. കയറും അറിയില്ല, അങ്ങനെയാണ് പ്ലാൻ അല്ലേ? ചെറുതില്ലേ എങ്ങനെ അങ്ങോട്ട് കയറിയത്? ഈ താഴത്തെ റോഡ് ഇറങ്ങി 1.5 മണിക്കൂർ നടക്കണം. അങ്ങാത്തലി അതൊക്കെ കയറി ആ മലേന്റെ വണ്ടി പോയിരുന്ന രസമായിരുന്നു അല്ലേ? മഞ്ഞില് എത്ര കൊല്ലം പിടിക്കാവോ? കൊറേ സമയം എടുക്കുവോ? ഇതന്നെ നല്ല ദൂരമുണ്ട്. ഇതും കഴിഞ്ഞ് അവിടെ കയറി അപ്പുറത്തെത്തണ്ടേ. മരം കൊണ്ടുവന്നേ. ഇത് എന്താ കല്ല മരമല്ലേ? മരം. പക്ഷെ ഇത് ഭയങ്കര പഴയ പ്രോപ്പർട്ടിയാ, ബിൽഡിങ്ങാ. പഴയ സ്റ്റൈൽ ഓഫ് ഡിസൈൻ, പഴയ സ്റ്റേഴ്സ്, ഹൈടെക്. അത്രേ ഉള്ളൂ. 2 മീറ്റർ. സമയം ഇപ്പം എത്രയോ 2 മണി എന്തോ ആയി. നമ്മൾ അങ്ങോട്ട് കയറാൻ പോകാം. ആ മല കയറാൻ പോകാം. ഈ മല പുൽക. യെസ്, എല്ലാവരും റെഡി. എന്ത് അഖിലേഷും ഗൗതവും ആര്യനും വൈകുന്നേരം തെറിക്കും. നമ്മള് പുൽക്കെ കാട്ടു പോയിട്ട് അവിടെ ഇരിക്കും. നമ്മളില്ല. കരടി വന്നാലും പുലി വന്നാലും ഐ ഡോണ്ട് കെയർ. പോവാ. എങ്ങോട്ട് പോന്ന് കേട്ടോ? യെസ്, ലെറ്റ്സ് ഗോ. ഇന്ന് ഞാൻ ഈ വില്ലേജ് കാണിച്ചേരാട്ടാ. രാത്രി ഒന്നും കാണാൻ പറ്റിയായിരുന്നു. വളരെ സങ്കീർണമായ വഴിവീതികളിലൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. റൂഫ് സ്ലൈറ്റ്സ്, സ്റ്റോൺ സ്ലൈറ്റ്സ് വെച്ചിട്ടുള്ള ആണ് നമ്മുടെ പ്രോപ്പർട്ടി. പഴയൊരു നൊമാഡിക് ലൈഫ് എന്നൊക്കെ പറഞ്ഞ ഇതാണ്. ഇത് എന്തിനാ ഒരു ഗേറ്റ് വെച്ചാൽ എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതിലൂടെയാ? വെരി ഗുഡ്. വീണേ അഹങ്കാരം കൂടിയില്ല അപ്പത്തേക്കും. ക്യാമറ ഒക്കെ പിടിച്ചിട്ട് കഴുത്ത് കൂടി ഇടത്. ഭാഷ ഇത് ഹിന്ദി ഒന്നല്ല കേട്ടാ. പശുക്കളെ കെട്ടിയിട്ടേക്കുന്നു, വളർത്തുന്നു. നമ്മള് പോകുന്ന വഴിയിലൊരു ചായ കട ഉണ്ടോ? ലേസ് കട ഉണ്ടോ? ലേസ് വാങ്ങാൻ വന്നേ. വാങ്ങിയേ, 2 എടുത്തോ. പച്ച ഇതാരത്? യെസ്, നോക്ക്. ഇവിടുന്ന് ഡയറക്റ്റ് എൻ്റെ പടി ഉണ്ടാ. രാത്രി കള്ളുപിടിച്ചാൽ എങ്ങനെ കയറുത്? മേലെ സ്ലേറ്റ്, സ്റ്റോൺ സ്ലേറ്റ്സ്. ചിപ്സ് കൊടുത്തോണ്ട് പോയി. പിള്ളേർ സ്കൂളിൽ പോകേണ്ട കറങ്ങി നടക്കല്ലേ? നമുക്ക് ഈ വഴി ഇറങ്ങാം. എങ്ങനെയെങ്കിലുമൊക്കെ താഴെ റോട്ടിലെത്തണം. റോട്ടിൽ നിന്ന് മേലേക്കുള്ള വഴി കണ്ടുപിടിക്കണം. പടഞ്ഞ് കയറണം. പുൽക മലനിരകൾ കീഴടക്കുക എന്നുള്ളതാണ് നമ്മളെ ഇന്നത്തെ ജീവിത ലക്ഷ്യം. ഇത് നമുക്ക് താഴെ സ്റ്റോറേജ്. അങ്ങനെ ഓരോരോ സാധനങ്ങൾ അവരവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്ത് വെച്ചേക്കുന്നു എന്നുള്ളതല്ലാതെ നമുക്കൊരു ഇൻ്റർപ്രിട്ടേഷനൊന്നും ചെയ്യാൻ പറ്റുന്നൊരു സ്ട്രക്ചേഴ്സ് അല്ല. കാരണം കാലക്രമേണ പലരുടെയും പല ഫങ്ഷനാലിറ്റിക്ക് അനുസരിച്ച് ഓരോ എന്താ പറയുക കമ്പാർട്ട്മെൻറ്റ്സ് അതിനനുസരിച്ച് ചിലർ സ്റ്റോറേജായി, ചിലർ പശുക്കളെ താമസിപ്പിക്കാനാക്കി, ചിലർ വീട് സാധനങ്ങൾ വെക്കാൻ,
ചിലരത് റൂമാക്കി മാറ്റും. യെസ്, അങ്ങനെ അവസാനം നമ്മൾ വഴി റോഡിലെത്തിയിരിക്കുന്നു. റോഡിൽ നിന്ന് കുറച്ചുകൂടെ പോയത്, കുറച്ചുകൂടെ പറഞ്ഞാൽ റോഡിൽ നിന്ന് ഈ മല കയറണം. സിമ്പിൾ. നമുക്കെന്തൊരു ചെറിയ സ്റ്റെപ്പ്. ഇത് എത്ര കാലം പഴക്കമുള്ള സാധനം എനിക്കല്ലേ. ഇവിടെ സ്റ്റെയർ. ഇത് കണ്ട, ഇതെനിക്കൊന്ന് കത്തിക്കാനുള്ള സാധനങ്ങളില്ലേ, ചെറിയ പൊടികൾ, പുല്ല്. അതിൻ്റെ മുകളിൽ ഗോതമ്പിൻ്റെ ചോളത്തിൻ്റെ അല്ല അത്. എന്തായാലും ഈ സ്റ്റെപ്പ് ഇങ്ങനെ പതുക്കെ ഇറങ്ങി നോക്കാം. ഈ റോഡിൽ നിന്ന് ഈ സ്ട്രീം കടന്ന് ഇത് ക്രോസ് ചെയ്തിട്ട് അപ്പുറം നടന്നിട്ട് അവിടെ നിന്ന് ഏതെങ്കിലും ഒരു വഴി പിടിച്ച് അങ്ങനെ വരെ കയറണം. അങ്ങനെ കയറണം. അവിടെ ആ ഫെറി ഫോൾസ് ആണ് നമ്മുടെ ലക്ഷ്യം. അവിടെ ഒരു ഡാമുണ്ട്. അവിടെ നിന്നാണ് ഈ വെള്ളം, ഇങ്ങോട്ടേക്കുള്ള വെള്ളത്തിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. ഉച്ചയ്ക്ക് 1 മണിക്ക് ലാസ്റ്റ് ബസ്. അത് കഴിഞ്ഞാൽ ഇവിടെ ബസ്സില്ല. അത് കയറണമെങ്കിൽ ടാസ്ക്കാണ്. ഇവിടെ എങ്ങനെ ആൾക്കാരില്ലേ ജീവിക്കുന്നത്, കഷ്ടപ്പെട്ട് ജീവിക്കണം. ആ പാലമാണ് ക്രോസ് ചെയ്യേണ്ടത്. ആ പാലം ക്രോസ് ചെയ്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ. ഈ സൈഡിലേക്ക് ഒരു ചരിവുണ്ട്. ഡോസൊക്കെ നോക്കിയാൽ ചരിഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടി ഇറങ്ങണ്ടേ. ഈ വഴി ഇറങ്ങണ്ടേ. ഇതെന്തൊരു എന്തൊരു പാറ ഇത്. ഞാനൊക്കെ സുഖമായിട്ടൊരു വീട് വെക്കാട്ടാ. നോക്കൂ, മലനിരകൾ കണ്ടോ, മുഴുവൻ മലനിരകൾ. ഇവിടെയാണ് നമ്മൾ കയറുന്നത്. ഇതിന്റെ ബാക്കിലുള്ള മഞ്ഞോൾ നോക്ക്. ഇതിന്റെ ബാക്കിലുള്ള ബാക്കിലേക്ക് ഫുള്ള് മഞ്ഞ. ഈ വഴിയാണ് ഇങ്ങനെ ഇറങ്ങിപ്പോണ്ടത്. വളരെ നല്ലൊരു വഴിയാണത്. ഇപ്പൊ കേറിയ മലയെ ആ പാറയത് നിൽക്കുന്നു. ആരിതൊക്കെ ചെയ്യുന്നത് ഓക്കെ. കണ്ടൊക്കെ ഇറങ്ങിയില്ലെങ്കിൽ തല്ലും കുത്തി താഴെ കിടക്കും. അത് എടുത്തോണ്ട് വരില്ലേ, അയാൾക്ക് ഇറങ്ങണ്ടേ. എടീ, സ്റ്റീവിന്റെ പേരെന്താ? സ്റ്റീവിന്റെ ഒരു പാർവതി എന്നാന്നൊക്കെയാ പറയുന്നത്. എനിക്കറിയാം കേട്ടോ. സുഹൃത്തുക്കളെ, വെള്ളം എന്തായാലും നല്ല തെളിച്ചുണ്ട്. തെളിച്ചല്ല, അതന്നെ ക്ലിയർ ഉള്ളതുകൊണ്ടാ നീല കളർ. എന്തൊരു വഴിയത് നേവിയെ, ഇതെന്തൊരു സ്റ്റെപ്പ് ഉണ്ടാക്കി വെച്ചേക്കുന്നേ. ഒന്നുമേ ഇല്ലടാ. ഈ പാലത്ത് കൂടെ കയറി അപ്പുറത്തേക്ക് പോകണം. അതിവിദഗ്ധമായ സുഖേരപ്പുറം കടത്തിരിക്കും. ഇവിടെ എന്തോ പാലത്തിന് വേണ്ടി എടുക്കുന്ന, അതുകൊണ്ട് ഒച്ചപ്പാടും സാധനങ്ങളൊക്കെ. മഞ്ഞ് സ്ലിപ്പറി. മഞ്ഞിൻ്റെ അകത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാലിനൊരു ഇത് കിട്ടില്ല, സ്ലിപ്പായിക്കൊണ്ടിരിക്കും. വഴിയൊന്നും കാണുന്നില്ല അങ്ങനെ പ്രത്യേകിച്ച്. നോക്ക്, ഇങ്ങനെ കയറി. നീ വഴി കാണുന്നുണ്ടാ? ഇങ്ങനെ കയറി പോണം. വഴി കണ്ട, വളരെ ശ്രദ്ധിച്ച് സൂക്ഷ്മമായി കയറണം. തെന്നാണ്ട് സൂക്ഷിക്കണം. നനവും പുല്ലുണ്ടെങ്കിൽ പ്രശ്നമാണ്. ഫെറി ഫോറസ്റ്റ് എത്തിയേ. ഇതാര് കുട്ടിപ്പത്തി അടെ അമ്മയുടെ ഞാനില്ലാട്ടാ, എന്നില്ലാട്ടാ, ഞാൻ ഇവിടെ തന്നെ. ഇതാണ് എനിക്ക് വേണ്ടത്. ഇതാണ് ഞാൻ ആഗ്രഹിച്ച സാധനം. പിന്നെ അമ്മയാണോ? അമ്മേനെ തിരിച്ചിട്ടേ. എന്താ വെയിൽ തന്നിരിക്കുന്നേ? മനസമാധാനം ഈസ് ഇമ്പോർട്ടന്റ്. വെള്ളമുണ്ടാ? സൂപ്പർ രസം കേട്ടോ. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാ രസം. അതികഠിനമായ കേരളത്തിനൊടുവിൽ നമ്മളിതാ അതിൻ്റെ മുകളിലെത്തിയിരിക്കുന്നു. കണ്ട പുൽക്കാലിൽ ചണ്ട ആൾക്കാരുണ്ട് കേട്ടോ. ഇവരെങ്ങനെയാ ഇവിടെ കയറുന്നേ? ദിവസവും വീടുകളൊക്കെ ഉണ്ട് ഇവിടെ. ഉണ്ടോ? എങ്ങനെ ദിവസം
പിടിച്ചരിച്ച് കയറുന്നതെന്ന് എനിക്കറിയാം. വെള്ളം കിട്ടുമൊക്കെ അവിടെ. വില്ലേജിൽ എനിക്ക് തോന്നുന്നു കടകളുണ്ടാവില്ലേ? വേറെയും വഴിയുണ്ടോ? വണ്ടി വരുന്ന വഴി? ആ, ഇവിടെ കൺസ്ട്രക്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. വെർണാക്കുലർ വിട്ട് നോർമലാക്കി. പക്ഷെ ഇനി അങ്ങനെ വെർണാക്കുലറിലൊന്നും പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു റിസോഴ്സസ് ഒന്നും ഇല്ല. നമ്മൾ താമസിച്ചതാ അവിടെ ഏതോ ഒരു പ്രോപ്പർട്ടിയിലാണ്. അങ്ങ് കാണുന്നുണ്ടോ അപ്പുറത്ത് മലയിൽ? പുൽഗ വില്ലേജിൽ മഞ്ഞുണ്ട് കേട്ടോ. മഞ്ഞ് മിക്സർ വിത്ത് ചളി. പിന്നെ മഞ്ഞിലേക്ക് ചവിട്ടുമ്പോൾ ശ്രദ്ധിക്കണം, തെന്നിപ്പോകാൻ സാധ്യതയുണ്ട്. മേലേക്ക് പോവാം, ഫെയറി ഫോറസ്റ്റിലേക്ക് കയറാം. മഞ്ഞ് ചെറുതായിട്ട് ഒലിച്ചൊലിച്ച് വരുന്നുണ്ട്. അയ്യാ, നമ്മൾ ആ റോട്ടിൽ നിന്ന് എങ്ങനെ ഇറങ്ങി വന്നത്. ഈ മഞ്ഞിൽ ചവിട്ടാൻ നമ്മളെപ്പോൾ എങ്ങനെ കിടക്കും? മഞ്ഞിൽ സൂക്ഷിച്ച് ചവിട്ടില്ലെങ്കിൽ ഹൈക്ക് വീഴും. നമ്മളങ്ങനെ പുൽഗ വില്ലേജും കടന്ന് അവിടുത്തെ ഫെയറി ഫോറസ്റ്റിലെത്തി. എന്നാൽ ഇവിടെ ഒരു കട പോലുമില്ല കുറച്ച് വെള്ളം വാങ്ങിച്ചു കുടിക്കാൻ. ഞാൻ സ്വപ്നങ്ങളിൽ കണ്ട ഫെയറി ഫോറസ്റ്റ് ഇതാണ്. ഞാൻ സ്വപ്നങ്ങളിൽ കണ്ട ഫെയറി ഫോറസ്റ്റ്. വിഷയം ഒന്നും പറയാനില്ല. പിള്ളേരുടെയൊക്കെ കുട്ടിക്കാലം എന്ത് രസമായിരിക്കുമല്ലോ. കരടിയൊക്കെ ഉണ്ടാവും. കരടി കൂട്ടം ഇടുന്നൊക്കെ ഒരു അടി കിട്ടിയാൽ തീരും. പുൽക്ക, കൽക്ക, മൽക്ക, എന്തൊരു കുറേ ഉണ്ടല്ലോ, 3 ഉണ്ടല്ലോ. കൽക്ക, തുൽക, പുൽക, തോഷ്, കുട്ട്ല, അങ്ങനത്തെ മൗണ്ടൻസ് ഒക്കെയാണ്. അതിലൊക്കെയാണ് ഓരോ വില്ലേജസ് ഉള്ളത്. നമ്മൾ നിൽക്കുന്നത് വർഷിണി വില്ലേജ്, ഇത് പുൽക വില്ലേജ്. ബാക്കിയുള്ള വില്ലേജൊന്നും പോകാൻ സമയമില്ല. ഇത് വരുന്നത് നല്ല വെള്ളമാണ്, പക്ഷേ ഇവിടുത്തെ ചളി കാരണം ഇത് മിക്സ്ഡപ്പ് ആയിപ്പോയി. ബിയറൂപ്പി ഇരിക്കുന്നു. ഇതൊക്കെ വൃത്തിയുള്ളൊരു സ്ഥലത്തിൻ്റെ ഒരു സൈഡാണ്. വേറെ ഏതോ സ്റ്റേയിൽ പോയിട്ട് കുറച്ച് കുടിക്കാൻ വെള്ളം ചോദിക്കാൻ പോകുന്ന പാവം 2 ചെറുപ്പക്കാർ. ദാഹിച്ചിട്ടല്ലേ. നല്ല ക്യാമ്പ്. പക്ഷെ ഇവിടെ ചളി ഇതായിട്ട് മിക്സ് ആയിട്ടാട്ടല്ലേ. 2 മതി. കൊള്ളാട്ടോ സെറ്റപ്പ്. 5-ൻ്റെ ഒറിയോ 50 രൂപ. ബാക്കി ഒക്കെ ഓക്കെ അല്ലേ? എന്നാലും ഈ മലേൻ്റെ വണ്ടിയിൽ ഇതെല്ലാം കിട്ടിയല്ലോ. ഇവിടെ കഫേ തന്നെ കേട്ടോ, വേറൊരു പ്രോപ്പർട്ടിയാണ്. അവിടെ അവർ വിൽക്കാൻ വെച്ചെടുക്കുന്ന സാധനമായിരുന്നു. നമുക്ക് മഞ്ഞ് വേണ്ട, നമുക്ക് സമാധാനം മതി. കമോൺ. മേലൊരു വാട്ടർഫോൾ ഉണ്ടെന്ന് പറഞ്ഞേ, പോയി നോക്കാം. അത് ഉറപ്പ്, ബുദ്ധിയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. പുൽഗ വില്ലേജ് ഒന്ന് നടന്ന് ഒരു സ്ഥലത്തെത്തിയിട്ടുള്ളേ. എൻ്റെ മോനെ, എന്തൊരു സ്ഥലം ഇത്. 2-3 ദിവസമൊക്കെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ക്യാമ്പ് ചെയ്ത് ഇങ്ങനെ ഇരിക്കണം ചുമ്മാ. അയ്യോ, ഏതാ ഒരു രക്ഷയില്ല മോനെ, രക്ഷയില്ല പറഞ്ഞാൽ ഒരു രക്ഷയില്ല. വീണ്ടും മലകൾ കയറിക്കൊണ്ടിരിക്കുന്നു. പുള്ളി ഗൈഡാന്ന് പറഞ്ഞ വഴി നീട്ടിയതാ. എവിടെയോ എന്തോ ഒരു വ്യൂ ഉണ്ട് എന്ന് പറഞ്ഞേ, അങ്ങോട്ട് പോവാം. യെസ്, നമ്മളെത്തിയിരിക്കുന്നു. വീടാ വെള്ളം തായി കുടിക്കാൻ നോക്ക്. ഭയങ്കര തന്നെ നോക്കി പോണം, അല്ലെങ്കിൽ താഴെ കിടക്കും. നോക്കി പോയില്ലെങ്കിൽ വെള്ളത്തിൽ കിടക്കാമേ. മഞ്ഞത്തൊരു ബിസ്ക്കറ്റ്, മഞ്ഞത്തൊരു ഓറിയോ. നമ്മൾ മഞ്ഞ പ്രതീക്ഷിക്കാത്തതുകൊണ്ട് നല്ല ടൈം ഷൂട്ടില്ല. എന്താ പ്രശ്നം? ഷൂവിനുള്ളൊക്കെ മഞ്ഞേറി. നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട്. അയ്യോ, സുഹൈലതാ അവിടെ മറ്റേ ചുള്ളിയും കമ്പൊക്കെ പെറുക്കണം ഇവിടെ തീയിടാൻ. ഞാൻ ചെല്ലും മാത്രമേ ഉള്ളൂ. നമ്മളെ വഴി നിന്നിട്ട ചേട്ടൻ, ബാക്കി അവന്മാരൊന്നും കയറിയിട്ടില്ല ഈ മല. നോക്ക്, ചെറിയ അരി പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. സൈഡിൽ കൂടെ അരുവി പോന്നു.
ഈ സൈഡിൽ ഫെയറി ഫോറസ്റ്റ്. നമ്മളിങ്ങനെ ഇരിക്കുന്നു. ഇത് പോണോ? ഇതവിടെ കിടന്നിറങ്ങിയാലോ? ആരത് എവിടുന്നോ വന്നിട്ട് ഇവിടെ. ഈ നാട്ടില് ചുള്ളിക്കമ്പിട്ടാണോ പാട്? ചുള്ളിക്കമ്പിന്റെ തല്ലുപടിയും. We are going to make a fireplace and we'll sit there and enjoy. That's the plan. ഇങ്ങോട്ട് വാടാ. വന്ന് and successful. നമ്മളങ്ങനെ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി പുൽക്ക വില്ലേജിലെത്തും. പുൽക്ക വില്ലേജിലെത്തി ഇവിടെ തന്നെയും താഴോട്ടിറങ്ങണം. ട്രക്ക് ചെയ്തിട്ട് കുറച്ച് ദൂരമുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ റൂമിലേക്ക്. ചാർജില്ല, അതുകൊണ്ട് ഫോൺ സ്വിച്ച് ആവും. ഈ ബിൽഡിംഗ് കണ്ടപ്പോൾ ഞാൻ മിസ്സാക്കാൻ തോന്നിയില്ല. എന്തൊരു ബിൽഡിംഗ് ഇത് നോക്ക്. ഇല്ല നോക്കാം, എൻ്റെ ഫ്രണ്ടിൽ മഞ്ഞൊക്കെ വന്നിട്ട് ഏതാ വ്യൂ. അയ്യോ എടാ അങ്ങോട്ടൊക്കെ സൺകിസ്റ്റ് മൗണ്ടെയ്ൻസ്. പോകുന്നതിന് മുന്നേ നീ പറയണ്ടോ? പോകുന്നതിന് മുന്നേ സുഖമായിട്ട് മേലൊരു ക്യാമ്പിംഗ് സെറ്റപ്പ് കൊണ്ടുവന്നിട്ടേ മറ്റേ ബാഗില്ലേ അതുകൊണ്ടെന്നാൽ മുകളിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ക്യാമ്പ് പിടിക്കാൻ. പുൽക്ക വിഷയമാണ്. അയ്യോ ഇവിടെ വഴിയില്ല. അപ്പം ശരി, ചെറുതായിട്ട് ജലദോഷം പിടിച്ചിട്ടുണ്ട്. നോക്ക് അങ്ങോട്ടേക്ക് വിഷ്വൽസ് നോക്ക്.